ഹലോ, ഇനി നമുക്ക് എൻ്റെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാത്തിലൊന്നും കായൊന്നുമില്ല, പക്ഷേ എന്നാലും കുറച്ച് കാണിച്ചു തരാം. ഇത് മുളകാണ്. മുളക് ഇതുപോലത്തെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയി ഇത്രയും കാണുന്നുള്ളൂ. ഇങ്ങനെ പയർ നട്ടതാണ് അച്ഛാ. അത് ചെറുതാണ്, അതിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. തക്കാളിയിൽ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം തീർന്ന് ഇങ്ങനെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് കാട്ടുപാവലാണ്. അതായത് ചെറിയ പാവയ്ക്ക ഉണ്ട്, അതായത് ചെറിയൊരു കയ്പയ്ക്ക ഉണ്ടാവും, ഒന്നും കുഴപ്പമില്ല. ഇത് നമ്മുടെ പനിനീർ ചാമ്പയുടെ ഒരു തൈയാണ്. അത് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്, കുഞ്ഞി തൈ. പിന്നെ ഉള്ളത് ആസ് യൂഷ്വൽ ചീര, പച്ചച്ചീര, ചുവന്ന ചീര. പിന്നെ നമ്മുടെ മരത്തിൽ അതെന്താ അതിൻ്റെ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അങ്ങനെ മരത്തിൻ്റെ, അതായത് മരം പോലെ വലുത്, അത്ര എന്തല്ല, പക്ഷെ എന്നാലും അത്രയും വലുതാവുന്ന ഒരു ചീരയാണ്. പയറ് ദിവസം എൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. പയറും എല്ലാം കുറേശ്ശെ ഇപ്പം എല്ലാം ഇനി ഒന്നുകൂടെ നടേണ്ട ഒരു ടൈം ആയേക്കുവാണ്. തീർന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചീര. ഇതിങ്ങനെ ഇത്രത്തോളം വലുതാകും. ഇതിൻ്റെ ഇല പറിച്ച് സാധാരണ നമ്മൾ ചീര വെക്കുന്ന പോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നക്ഷത്ര പയർ എന്ന് പറയും. അതായത് മറ്റേ നക്ഷത്രത്തിൻ്റെ ഷേപ്പ് പോലെ നമ്മൾ അരിയുമ്പം ഈ പയർ ഇങ്ങനെ അങ്ങനെ നക്ഷത്രത്തിൻ്റെ ഷേപ്പാകും. അതുകൊണ്ട് നക്ഷത്ര പയർ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ വഴുതന. അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു ചെറിയ ഒരു കറിവേപ്പിലയുണ്ട്. വഴുതനങ്ങയൊക്കെ തീർന്നു കേട്ടോ. കറിവേപ്പ്, കോവലും ഈ പറഞ്ഞ പോലെ എല്ലാം ലാസ്റ്റ് സ്റ്റേജാണ്. പക്ഷെ എന്നാലും എനിക്കെല്ലാം കാണിക്കാൻ നിന്ന്. കുറച്ച് തക്കാളിയുടെ തൈയാണ്. മത്തങ്ങ നാട്ടിൽ അതിൻ്റെ ഇടയ്ക്ക് 2 കപ്പ നട്ടിട്ടുണ്ട്. അത് നമ്മുടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ജസ്റ്റ് നട്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മത്തങ്ങ. ഇവിടെ അതുപോലെ കുറച്ച് മുളകൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നേരത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടുമുറ്റത്ത് നിൽക്കുന്ന പ്ലാവാണ് കേട്ടോ. ചെറിയൊരു പ്ലാവാണ്, ചക്ക ഉണ്ടായിട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിൻ്റെ എന്താ പറയുക, ആ കുഞ്ഞി ചക്ക നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല നീട്ടത്തിൽ ഇത് ഞാനിവിടുന്ന് പോകുമ്പോഴത്തേക്കൊക്കെ അത് ശരിയാകത്തുള്ളൂ കേട്ടോ. എനിക്കതൊന്നും എടുക്കാനുള്ള ഇതൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല. മാങ്ങ ചെറിയ മാങ്ങയാണ് കേട്ടോ. ചെറിയ മാവാണ് കേട്ടോ. അതിൽ ചെറിയ മാങ്ങ, പക്ഷെ അത് കേടല്ല കേട്ടോ. ആ ഭാഗം അതങ്ങനെ കറുത്തായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഞാനത് കഴിച്ചു. ഒരുപാട് പുളിയൊന്നുമില്ല, പക്ഷെ നല്ല മാങ്ങയാണ്. ഒരു പ്രത്യേക ഒരു ഫീലാണ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് ഓരോ കാര്യങ്ങളും കഴിക്കുമ്പോഴും എടുക്കുമ്പോഴും അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ.